ഇല്ലയോ? അപ്പൊ നമ്മള് കണ്ടില്ലേ അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ എല്ലാരും എവിടെ വന്നിരിക്കുന്നേ? എല്ലാരും ഓടി വന്നിരിക്കുന്നില്ലയോ? ആന കെട്ടി വീട് കണ്ട ഇന്നലെ ടി വി കാണില്ല. അപ്പൊ അപ്പൊ നമുക്ക് ആനയുടെ ഒരു പാട്ട് പാടാം. ആന വരുന്നേ മെല്ലെ മെല്ലെ നടന്നു നീങ്ങി ആന വരുന്നേ കരിമല പോലുള്ളൊരു തടിച്ച ദേഹം നെല്ല് തോടു പോലുള്ള കാലു നാലെണ്ണം പുറം പോലെ വീശിയാട്ടും ചെവികൾ രണ്ടെണ്ണം പഴുപ്പ് പോലെ മിന്നിടുന്ന കണ്ണു രണ്ടെണ്ണം കാണിച്ചേ ഗമയിലുള്ള നടത്തങ്ങൾ പരന്നു പോകുമേ തുമ്പിക്കൈയും വീശി വീശി ആന വരുന്നേ. ആരെങ്ങനെ വരുന്നേ? തുമ്പിക്കൈയും വീശി വീശി ആന വരുന്നേ. ഭയന്നു പോകുമേ തുമ്പിക്കൈയും വീശി വീശി ആന വരുന്നേ. ആൾക്കാര് പേരുണ്ടോ? ഇല്ല ഇല്ല. ആനയുടെ അടുത്ത് പോവാണെങ്കിലും ആനയുടെ അടുത്ത് പോവരുത്, ദൂരമാണ്. നമുക്ക് ഇനി ഉത്സവം വരത്തില്ല. എവിടാ ഗണപതിയെ പറ്റി ഉത്സവം വരുമ്പോ എത്ര ആന കാണില്ലേ? കുറച്ച് ആന കാണും. ആനയുടെ അടുത്ത് പോവരുത്, ദൂരെ മാറി ആനയെ കാണണേ. കാണുമോ? പേടിയില്ല ആന. എപ്പോഴാ ആനക്ക് ദേഷ്യം വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അടുത്ത് പോയി നിൽക്കല്ലാരെ. അത് ഗണപതിയപ്പന്റെ ഉത്സവത്തിന് എത്ര ആനയെ കാണാം? ഒത്തിരി ആനയെ കാണാം. എത്ര ആനയെ കാണാം? ഒത്തിരി ആനയെ കാണാം. അല്ലയോ? എല്ലാരും മെടുക്കലാണോ? നല്ല പിള്ളേരാ അല്ലയോ? അപ്പൊ നമ്മക്ക് ഇത് ഏത് മാസമായിരുന്നു? ഏപ്രിൽ മാസം. ഇതോ അങ്ങോട്ട് നോക്കിക്കേ, നമ്മളെ ഏപ്രിൽ മാസത്തെ ആരാധനാലയങ്ങളില്ലയോ? ആരാധനാലയങ്ങൾ ഏതൊക്കെയാ? അങ്ങോട്ട് നോക്കിക്കേ. പേര് ഇംഗ്ലീഷില് ഉവാവൊന്നും വരുന്നേ. എന്ത് പറയണ? ഉവാവ വരുത്തല്ലേ. പിന്നെയോ നല്ല മക്കളാക്കണേ എന്ന് പറയുന്നില്ലേ? എങ്ങനെയാ നമ്മൾ നല്ല മക്കളാവുന്നേ? എന്തൊക്കെ ചെയ്യണം? രാവിലെ ഉണരണം, പിന്നെ പല്ല് തേക്കണം, കുളിച്ചു കഴിഞ്ഞിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കണം, പിന്നെ ആഹാരം കഴിക്കണം, പിന്നെ മുടങ്ങാതെ സ്കൂളിൽ പോകണം, സ്കൂളിൽ പോയിട്ടോ പഠിക്കണം, പിന്നെ കഴിക്കണം, രാത്രിയിൽ പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം.
ചെയ്യുമ്പോഴാണ് നമ്മൾ ഉമ്മൂറ്റി പോയിട്ട് പ്രാർത്ഥിക്കും. ഉമ്മൂറ്റി നല്ലത് വരുത്തണേ, എന്നെ നല്ല മോനാക്കണേ എന്നൊക്കെ പറയുമ്പോ ഉമ്മൂറ്റി നല്ല മോനാണ് കേട്ടല്ലോ. അപ്പൊ എല്ലാരും ചെയ്യല്ലോ. നല്ല